വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. തോട്ടം തൊഴിലാളികളുടെ കൂലി പ്രശ്നത്തിലെ PLC യോഗം പരാജയം. 500 രൂപ കൂലി അപ്രായോഗികമെന്ന് തോട്ടമുടമകൾ. നാളത്തെ മന്ത്രിസഭായോഗം വിഷയം ചർച്ച ചെയ്യും. ഇന്നത്തെ ചർച്ചകൾ വിജയിച്ചില്ല, സമവായത്തിലെത്താൻ സാധിച്ചില്ല. ട്രേഡ് യൂണിയൻ സമരം 2ാം ദിനവും പൂർണ്ണം. വീണ്ടും മൂന്നാർ കയറാനുള്ള സാഹചര്യം ഉമ്മൻചാണ്ടി ഉണ്ടാക്കരുതെന്ന് VS. പലിശ നിരക്കുകൾ കുറച്ച് റിസർവ് ബാങ്കിന്റെ പുതിയ വായ്പാ നയം. റിപ്പോ നിരക്ക് 0.5% കുറച്ചു. SBI വായ്പാ നിരക്ക് കുറച്ചു. കൂടുതൽ ബാങ്കുകൾ ഉടൻ പലിശ കുറയ്ക്കും. സ്വാഗതം ചെയ്ത അരുൺ ജെയ്റ്റ്ലി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും വിമതന്മാർ പാർട്ടിക്ക് പുറത്തു തന്നെയെന്ന് VN സുധീരൻ. സാമാന്യ മര്യാദയില്ലാത്ത ചില നേതാക്കൾ പാർട്ടിയുടെ ശത്രുക്കളെന്ന് K സുധാകരൻ. സ്വന്തം പാർട്ടിക്കെതിരെ മുന്നണിക്കെതിരെ ദുർബലമാക്കാനുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് UDF സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും പ്രതിച്ഛായ തകർക്കുന്ന നേതാക്കന്മാർക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. തുഷാർ വെള്ളാപ്പള്ളി വിവരമില്ലാത്ത പയ്യനെന്ന് VS-നെ വെട്ടി പട്ടിക്കിട്ടുകൊടുക്കാൻ പാർട്ടിക്കാർ തന്നെ തയ്യാറായി നിൽക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി. മീറ്റർ റീഡിംഗ് എടുക്കാൻ 2 വട്ടവും കഴിഞ്ഞില്ല എങ്കിൽ വീട്ടുകാർ 500 രൂപ പിഴയടക്കണമെന്ന് KSEB. വീടുകൾ അടച്ചിടുന്നത് വരുമാന നഷ്ടമുണ്ടാക്കുന്നുവെന്ന് വിശദീകരണം. തീരുമാനം പ്രവാസികൾക്ക് തിരിച്ചടി. സിസ്റ്റർ അമല കൊലക്കേസിലെ പ്രതി സതീഷ് ബാബു മറ്റൊരു കന്യാസ്ത്രീയെയും വധിച്ചിട്ടുണ്ടെന്ന് പോലീസ്. കാസർഗോഡ് വിജയ ബാങ്ക് കവർച്ച കേസിൽ ഒരു പ്രതി പിടിയിൽ. തൃശൂരിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് 500 പവൻ മോഷ്ടിച്ചു. തോട്ടം തൊഴിലാളികളുടെ മിനിമം വേതനം ഉയർത്തുന്ന കാര്യത്തിൽ ഇന്ന് ചേർന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിലും തീരുമാനമായില്ല. മിനിമം വേതനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഉൽപ്പാദനവും കൂട്ടണമെന്ന് PLC യോഗത്തിൽ തോട്ടമുടമകൾ ആവശ്യപ്പെട്ടു. ഉൽപ്പാദനത്തിന് ആനുപാതികമായ വേതനം അംഗീകരിക്കില്ലെന്ന് ട്രേഡ് യൂണിയനുകളും വ്യക്തമാക്കിയതോടുകൂടി ചർച്ച പരാജയപ്പെടുകയായിരുന്നു. വിഷയം നാളെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. തുടർച്ചയായ 10ാം PLC യോഗത്തിലും തോട്ടം തൊഴിലാളികളുടെ മിനിമം വേതന കാര്യത്തിൽ തീരുമാനമായില്ല. മന്ത്രിസഭാ ഉപസമിതി ചേർന്ന ശേഷമാണ് ഇന്ന് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി ആരംഭിച്ചത്. ദിവസക്കൂലി വർദ്ധിപ്പിക്കണമെങ്കിൽ ഉൽപ്പാദനവും ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്ന് തോട്ടമുടമകൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തൊഴിലാളി സംഘടനകൾ തയ്യാറായില്ല. തുടർന്ന് തോട്ടമുടമകളുമായും തൊഴിലാളി സംഘടനകളുമായും സർക്കാർ വെവ്വേറെ ചർച്ച നടത്തിയെങ്കിലും സമവായത്തിലെത്താനായില്ല. അനിശ്ചിതകാല പണിമുടക്ക് തുടരുമെന്നും തോട്ടം തൊഴിലാളികളോട് സർക്കാരിന് നിഷേധാത്മക നിലപാടാണുള്ളതെന്നും തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കി. ഇന്ന് വിളിച്ച യോഗത്തിൽ നിങ്ങൾ എത്ര രൂപ വർദ്ധിപ്പിക്കുമെന്ന് പറയണം. അവരുടെ ഡിമാൻഡ് 500 രൂപയാണ് എന്ന് പറഞ്ഞാണ് അയച്ചത്. പക്ഷെ അവർ ആലോചിച്ചിട്ട് വന്നിട്ടും എത്ര രൂപ വർദ്ധിപ്പിക്കാമെന്ന് അവർ പറഞ്ഞേയില്ല. അവർ അത് സംബന്ധിച്ച് നിഷേധാത്മകമായ അവർ കൂടുതൽ ജോലി ചെയ്യണമെന്നുള്ള കാര്യം പറയുന്നത്. അതല്ലാതെ കൂലി എത്ര കൂട്ടിക്കൊടുക്കുമെന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും പറയുന്നത്. അതൊരു നിഷേധാത്മകമായ നിലപാട് ഒരു നിലയിലും അംഗീകരിക്കാൻ പറ്റില്ല. സമരം ശക്തമായി തുടരുക തന്നെ ചെയ്യും. വിഷയം നാളത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. നിർഭാഗ്യവശാൽ ഒരു ഒത്തുതീർപ്പിലെത്താൻ സാധിക്കുന്നില്ല. ട്രേഡ് യൂണിയനുകൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും മാനേജ്മെൻറ്റുകളും അവർക്കുണ്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിലപാടിൽ നിന്ന് കാര്യമായി വ്യതിചലിക്കാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ചർച്ചകൾ വിജയിച്ചില്ല, സമവായത്തിലെത്താൻ സാധിച്ചില്ല. തോട്ടമുടമകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും ആവശ്യങ്ങൾ പഠിച്ച് സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ നേതൃത്വത്തിൽ 5-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. നികുതി ഇളവ് ഉൾപ്പെടെ തോട്ടമുടമകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഈ സമിതി പരിശോധിക്കും. 10% വേതന വർധനവിന് തയ്യാറാണെന്ന് തോട്ടമുടമകൾ അനൌദ്യോഗികമായി സർക്കാരിനെ അറിയിച്ചിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം മേഴ്സിക്കുട്ടി, ഒപ്പം തന്നെ തോമസ് കല്ലാടൻ, CK ഉണ്ണികൃഷ്ണൻ, ഗോമതി, ഒപ്പം തന്നെ ഷിബു ബേബി ജോണും അല്പസമയത്തിനകം ടെലിഫോൺ ലൈനിൽ ചേരും. ആദ്യം ശ്രീമതി ഗോമതി, എങ്ങനെ പ്രതികരിക്കുന്നു? ഇന്നും തീരുമാനമായില്ല. நாங்கள் இன்றைக்கி எதிர்பார்த்தோம், எங்களுக்கு முடிச்சு தருவாங்கன்னு எதிர்பார்த்தோம். ஆனால் இன்றைக்கி தீர்மானம் ஆகலை. நாளைக்கு தொடரணும் மறுபடி போட்டிருக்காங்க. நாங்கள் தொழில் மந்திரியும் உம்மன்சாண்டியாவும் நம்பி இருந்தோம். நாங்கள் எங்களுக்கு முடிச்சு தந்துருவாருன்னு, கண்டிப்பாக முடிச்சு தந்துருவாருன்னு நம்பி இருந்தோம். ஆனால் இது மீண்டும் தொடர்ந்துக்கிட்டே போகுது. ஒரு முடிவுக்கு இன்னும் வரலை. நல்ல முடிவு கிடைக்கும்னு காத்துட்டு இருந்தோம், ஒவ்வொருத்தரும் காத்துட்டு இருந்தோம். ஆனால் இப்போ ரொம்ப சங்கடமாக இருக்குது. இது எதனால் இப்படி நீட்டி கொண்டு போகிறாங்கன்னு எங்களுக்கு தெரியல. பின்ன என்னன்னே தெரியல. இதில் என்ன நடக்குது, இதுக்குள்ளே என்ன உள்கூத்து இருக்குன்னு ஒன்றுமே புரியலை. எங்களால் புரிஞ்சுக்கிறவே முடியல. ஆனால் இதுக்குள்ளே ஏதோ ஒரு சதித்திட்டம் நடக்குன்றது மட்டும் எங்களுக்கு எல்லாருக்குமே பெண்களும் ஆண்களும் நல்லா நாங்கள் പുരിஞ்சுக்கிட்டோം. നിങ്ങൾ ഉമ്മൻചാണ്ടിയെയും തൊഴിൽ മന്ത്രിയെയും നമ്പിയിട്ടായിരുന്നു ഇരുന്നത് ഇത്രയും കാലം. പക്ഷേ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒന്നും
വേറെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. നിങ്ങളുടെ അധ്വാനശേഷി കൂട്ടുക, കൂലി കൂടുതലിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങളെന്തിനാണ് സമരം ചെയ്യാതിരിക്കുന്നത്? நாங்கள் வந்து 21 கிலோ தான் எடுப்போம். எங்களுக்கு 500 ரூபா சம்பளம் கோரிக்கை. 21 கிலோ எடுப்போம், 500 ரூபா சம்பளம் கேட்டோம். ஆனால் இவங்க வந்து 31 கிலோ கூட்டு வேணும் மேனேஜ்மெண்ட் சொல்லிக்கிட்டு இருக்கு. கண்டிப்பான முறைக்கு 31 கிலோக்கெல்லாம் நாங்கள் தயார் இல்லை. சீசனில் நாங்கள் 31 கிலோ எடுத்துடலாம். இல்லாத டைமில் நாங்கள் 21 கிலோ எங்களால் எடுக்கவே முடியாது. 18 கிலோ கூட ஆவரேஜ் வரும், ஆனாலும் எங்களால் எடுக்க முடியாது. அப்படி இருக்கும்போது நாங்கள் அந்த டைமில் எப்படி நாங்கள் கூட்டி எடுத்து கொடுப்போம்? இவங்க இஷ்டத்துக்கு 31 கிலோன்றாங்க. அப்போ எங்களை என்ன மிஷின் நினச்சிக்கிட்டு திரியிறாங்களா இவங்க? நாங்களும் எலும்பு சதையும் ரத்தமுமான உடம்பு தான் எங்கள்கிட்ட இருக்குது, இரும்பெல்லாம் கிடையாது. நாங்கள் 31 கிலோன்னு எப்படி இவங்க தீர்மானம் பண்ணலாம்? இவங்களை வந்து கத்திரி பிடிச்சி ஒரு நாள் வெட்டி பார்க்க சொல்லுங்க. தொழிலாளியோட கஷ்டம் என்னன்னு அவங்களுக்கு தெரிய மாட்டேங்கி. வண்டியில் வராங்க, வண்டியில் போகிறாங்க. 31 கிலோன்னு என்ன விதத்தில் இவங்க சொல்கிறாங்க? 500 ரூபா கோரிக்கை வச்சுருக்கோம், நாங்கள் 31 கிலோவுக்கு நாங்கள் சம்மதிக்க மாட்டோம். அப்படி நீங்கள் மீறி காரியங்க பேசி எங்களை மீறி எல்லாம் கடந்து போய்கிட்டு இருக்கு. நாங்கள் எதிர்பார்த்ததை விட, நாங்கள் நம்பிக்கையாக இருந்தோம், எதிர்பார்த்ததை விட எல்லாம் மீறி போய்கிட்டு இருக்கு. இது எதனாலன்னு எங்களுக்கு, ஆனால் எங்களுக்கு நல்லா தெரியும் எதனாலன்னு தெரியும். ஆனால் நல்ல முடிவு கிடைக்கணும். இல்லாட்டி நாங்கள் அதுக்குள்ள காரியத்தை பெண்களும் ஆண்களும் നല്ല തുടരുക ദയവായി. ശ്രീമതി മേഴ്സിക്കുട്ടി, കത്രിക ഈ ഉടമകൾക്ക് കൊടുത്തിട്ട് നിങ്ങളൊന്ന് വെട്ടിക്കാണിച്ചതാ, ഞങ്ങൾ അതുപോലെ ചെയ്തു തരാം എന്ന് പറയുമെന്നാണ് ഗോമതി പറയുന്നത്. ആ നിലയിൽ അധ്വാനശേഷി വർദ്ധിപ്പിക്കാനും എന്നാൽ കൂലി വർധനവ് എത്രയാണ് എന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുള്ള കൂലി വർധനവ് എത്രയാണ് എന്ന് തുറന്നു പറയാനും ഈ ചർച്ചയ്ക്കുള്ളിൽ പോലും, ഈ അടച്ചിട്ട മുറികൾക്കുള്ളിൽ പോലും മാനേജ്മെൻറ്റുകൾ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ ലഭിക്കുന്നു ഈ ധാർഷ്ട്യം? അതെ, അതാണ് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം. മാനേജ്മെന്റുകൾക്ക് അവർക്ക് എന്തും പറയാനും ചെയ്യാനും അവകാശമുണ്ട് എന്നൊരു ധാരണയിലേക്കാണ് മാനേജ്മെന്റുകൾ മാറുന്നത്. തൊഴിലാളികൾ കൂലി ചോദിച്ചാൽ അതെല്ലാം രാഷ്ട്രീയം. അതേസമയം മാനേജ്മെന്റുകൾ കൂലി നിഷേധിച്ചാലും അവർക്ക് ഗവൺമെന്റ് ഇളവുകൾ വേണമെന്ന് പറയുന്നത് രാജ്യത്തിന്റെ വികസനം. ഇതാണ് ഇന്ന് വരുന്നൊരു പുതിയ ട്രെൻഡ്. തൊഴിലുടമകൾ പറയുന്നതെല്ലാം രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയും തൊഴിലാളികൾ നിലനിൽപ്പിന് വേണ്ടി ചോദിക്കുന്ന കൂലിയെല്ലാം രാഷ്ട്രീയമായ മുദ്രാവാക്യം. ഇതാണ് പൊതു ട്രെൻഡ്. ഇതിനെയാണ് തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കേണ്ടത്. ജീവിക്കാനുള്ള കൂലിയെ തൊഴിലാളി ചോദിക്കുന്നുള്ളൂ, സമ്പാദിക്കാനുള്ള കൂലി അവർ ചോദിക്കുന്നില്ല. ജീവിക്കാനുള്ള കൂലി, ഭക്ഷണം കഴിക്കാനുള്ള കൂലി, അതാണ് മിനിമം വേജസ് എന്നിരിക്കെ അത് കൊടുക്കാൻ സന്നദ്ധമല്ലാത്ത മാനേജ്മെന്റുകൾക്കെതിരെ സംഘടിതമായ ചെറുത്തുനിൽപ്പാണ് തൊഴിലാളി നടത്തേണ്ടത്. അതിന്റെ ഗൗരവമില്ലാത്തത് കൊണ്ടാണ് തൊഴിലാളി ഈ മുഖ്യമന്ത്രിയെയും തൊഴിൽ മന്ത്രിയെയും വിശ്വസിച്ച് ഇന്ന് സമരം തീരുമെന്ന് അവർ കരുതിപ്പോയത്. മാനേജ്മെന്റുകളുടെ ധാർഷ്ട്യവും ഈ പറയുന്ന മുതലാളിത്വത്തിന്റെ ലാഭത്തോടുള്ള ആർത്തിയും അതിന്റെ ആഴം തിരിച്ചറിയാത്ത തൊഴിലാളി തെറ്റിദ്ധരിച്ചു പോയതാണ്. അത് സാരമില്ല, അവരെ തിരുത്തിക്കാൻ, അവരുടെ തെറ്റായ ധാരണ തിരുത്തിക്കാൻ, അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ തൊഴിലാളികൾ ഒറ്റക്കെട്ടായ പോരാട്ടത്തിൽ നിൽക്കും. CIT അടക്കം അതിന് ഉചിതമായ ശക്തമായ നേതൃത്വം കൊടുക്കുകയും ചെയ്യും. തുടരുക ദയവായി. ശ്രീ തോമസ് കല്ലാടൻ, എങ്ങനെയാണ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ട്രേഡ് യൂണിയനുകൾ ഈ സർക്കാരിനെ വിശ്വസിച്ചിട്ടാണ് തൊട്ടടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഗോമതി അടക്കമുള്ള പെമ്പിളെ ഒരുമൈ ഉമ്മൻചാണ്ടിയെയും തൊഴിൽ മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിനെയും വിശ്വസിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ സമരം തുടങ്ങാതിരുന്നത്. ഞങ്ങൾക്ക് നല്ലൊരു മുടിവ് തരും എന്ന് അവർ കരുതി. പക്ഷേ ഇവർ തങ്ങളെ പറ്റിക്കുകയാണ് എന്ന ബോധ്യത്തിലേക്ക് അവർ വന്നു എന്നാണ് തോന്നുന്നത്. ഇന്നാവുമ്പോഴേക്കും അധ്വാന ഭാരം കൂട്ടണം, എന്നാൽ കൂലി വർധനവ് എത്രയാണെന്ന് പറയാത്ത ഒരു മാനേജ്മെൻറ്റിൻ്റെ മുമ്പിലാണ് നിങ്ങൾ ട്രേഡ് യൂണിയനുകൾ ഇരിക്കുന്നത്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഇക്കാര്യത്തിൽ പരിണതപ്രജ്ഞനായ ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ താങ്കളുടെ നിലപാട്? മൂന്നാറ്റിലെ നമ്മുടെ തൊഴിലാളി സഹോദരികൾ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെക്കുറിച്ച് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ല. അവർ പെട്ടെന്നുണ്ടായ ഒരു പ്രചോദനത്താൽ ബോണസിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ നടത്തി. ആ കൂട്ടായ്മയും അതിൻ്റെ ആവശ്യങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും 20% ബോണസ് അവർക്ക് കൊടുക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. 26-ാം തീയതി നടക്കുന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ കൂടുതലുള്ള ചർച്ച നടത്തുമെന്നും പറഞ്ഞു. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി ചർച്ച നടക്കുകയാണ്. ആ ചർച്ചകളിൽ സംയുക്ത ഫെഡറേഷൻ
500 രൂപയുടെ ശമ്പള വർധനമാണ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. അത്രയും വിശദാംശത്തിലേക്ക് പോകാൻ സമയമില്ല ശ്രീ തോമസ് ഉണ്ണിയാടൻ. ഞാൻ ഒരിക്കൽ കൂടി താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി ഗോമതി, നാളെ മുതൽ സമരത്തിൽ ഇറങ്ങുകയാണോ പെമ്പിളെ ഒരുമയും? கேக்குதில்ல. போல எங்க பெண்கள்லாம் கூடி நாளைக்கு கண்டிப்பான முறைக்கு நாங்கள் எல்லாரும் வேலைக்கு போகணும் நான் உறுதியாக இங்கே பேசிட்டு போனேன். ஆனால் நான் வேலைக்கு போனவங்களையெல்லாம் நேதாக்கமார் வெளியில் எல்லாத்தையும் வீட்டுக்கு போக சொல்லி விரட்டி விட்டுட்டாங்க. அதனால நான் எதுவும் வெளிப்படையாக நான் சொல்ல விரும்பலை. நேற்று நான் சொன்னதை வச்சுட்டு வீடு வீடாக ஒவ்வொருத்தர் வீடு வீடாக ஏறி இறங்கிட்டு வேலைக்கு போன எல்லாரையும் வீட்டுக்கு திருப்பி அனுப்பி விட்டாங்க. நாங்க எங்க வாயிலிருந்து என்ன வரும்னு அவங்க எதிர்பார்த்து ശ്രീമതി ഗോമതി, ഞാൻ കേട്ടില്ല താങ്കൾ എന്താണ് പറയുന്നത് എന്ന്. നാളെ മുതൽ സംയുക്ത ട്രേഡ് യൂണിയനോടൊപ്പം പെമ്പിളെ ഒരുമയും സമരത്തിന് പോവുകയാണോ? இல்ல நாங்க அவங்க கூட போக மாட்டோம். போறதா இருந்தா நாங்க தனியா தான் போவோம். அவங்க கூட கண்டிப்பான முறைக்கு நாங்க கலந்துக்கிற மாட்டோம். நாளைக்கு காலையில 8 மணி வரை எங்களுக்கு டைம் இருக்குல்ல. இன்னைக்கு நைட்டா நாங்க முடிவெடுப்போம். ഇന്ന് രാത്രി തീരുമാനം എടുക്കും. அவங்களுக்கு நாங்க சொன்னோம்னா தான் அவங்க ஏதாவது அதுக்கு இன்னும் ராத்திரி தீர்மானம் எடுக்கணும். நாங்க தான் வாய் விட்டு சொன்னோம்னா அவங்க பிடிச்சிக்கிறாங்கல்ல. பிடிச்சிக்கிட்டு அதுக்கு தகுந்த நடவடிக்கை அவங்க எடுத்துடுறாங்க. நேற்று மட்டும் நான் சொல்லாம இருந்தா எல்லா டியூஷன்லயும் ஆள் வேலைக்கு போயிருக்கோம். நான் ஆனஸ்டா அடிச்சு பேசினேன். எங்க தொழிலாளி, பெண் தொழிலாளி, ஆண் தொழிலாளி நாங்க வேலைக்கு போவோம். கட்சி ரீதியா உள்ளவங்க போட்டும் மற்றவங்களை நாங்க கம்பல் பண்ணல. நாங்க வேலைக்கு போவோம்னு அடிச்சு சொன்னேன். இந்த நியூஸை கேட்டுட்டு எல்லாருமே அது அவங்க யூனியன்காரங்க 3 யூனியன்காரங்களுமே வேலைக்கு போனவங்கள திரும்ப கூட்டு வந்திருப்பாங்க. மீடியாவில எல்லாம் நீங்க பார்த்திருப்பீங்க. அதனால வெளிப்படையா நாங்க எதுவும் சொல்ல விரும்பல. ஆனா ட்ரேட் யூனியனுக்கு கூட நாங்க கண்டிப்பான முறைக்கு சமரத்துல இறங்க மாட்டோம். போனோம்னா நாங்க தனியா இறங்குவோம். തുടരുക. പെണ്ണോട് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, നാളെ മുതൽ ഈ പെമ്പിളെ ഒരുമയും സമരത്തിന് ഇറങ്ങുന്ന വിധത്തിലുള്ള നിലപാടാണ് ഇന്ന് യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണല്ലോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു മുന്നോട്ട് പോകണമെങ്കിൽ ഇനി സമരരംഗത്ത് ഇറങ്ങണമെന്ന്. അതെ, 100% തൊഴിലാളികൾക്ക് അത് ബോധ്യപ്പെടും. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞിരുന്നു. അതെ, കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞിരുന്നു. അവർ പ്രത്യക്ഷത്തിൽ അവരുടെ ഒരു വിഷയത്തിൽ അവർ ഇറങ്ങിയത് ട്രേഡ് യൂണിയനുകളെ തള്ളുന്നതല്ല, നമ്മൾ വ്യാഖ്യാനിക്കുകയായിരുന്നു. നമുക്ക് യൂണിയനുകൾക്ക് ഒരു പെശകം പറ്റിയ നമ്മൾ സമ്മതിച്ചുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയനുകളെ തള്ളാൻ കഴിയില്ല. ട്രേഡ് യൂണിയനുകളുടെ സംഘടിത സമരം ചെയ്യുക, പകരം തനിയെ സമരം ചെയ്തു കൊള്ളാമെന്നാണ് ആവർത്തിച്ചെന്ന് പറയുന്നത്. അവരായി തന്നെയാണ് സമരം ചെയ്യുക. ദയവായി തുടരുക. ശ്രീ ജോസഫ് സി മാത്യു, നാളെ പെമ്പിളെ ഒരുമയും കൂടി സമര രംഗത്ത് ഇറങ്ങുന്ന വിധത്തിലുള്ള നിലപാടാണ് കൂലി വർധനവ് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ ഇന്നത്തെ യോഗത്തിനും കഴിഞ്ഞില്ല. PLC യോഗം അലസി പിരിഞ്ഞിരിക്കുന്നു. മന്ത്രി പറയുന്നത് പ്രൊഡക്ടിവിറ്റി കൂട്ടാനാണ് തൊഴിലുടമകൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. കൂലി വർധനവിനെ കുറിച്ച് അവരുടെ മനസ്സിൽ 10% ഉണ്ട് എന്ന് വ്യാഖ്യാനിച്ച് വാർത്ത നൽകുന്നു എന്നല്ലാതെ അവർ അടച്ചിട്ട മുറിയിൽ പോലും ആ കണക്ക് പറയുന്നില്ല. അപ്പോൾ ആ നിലയിൽ പെമ്പിളെ ഒരുമ കൂടെ നാളെ സമരത്തിനിറങ്ങുകയാണ്. എസ്റ്റേറ്റ് മേഖല ആകെ സ്തംഭിക്കുന്നു നാളെ മുതൽ. നികേഷ്, ഇത് യഥാർത്ഥത്തിൽ PLC എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ഒരു പിക്ചറും കൂടി നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഈ PLC എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി വാൽവാണ് ഈ മുസ്ലിംമാർക്കുള്ള. അത് ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രാജിവെക്കുകയാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ സമര രംഗത്ത് 9 ദിവസം സമരത്തിലിരുന്ന ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ടുപിടിച്ച മാർഗമാണ് ഈ PLC. അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇതൊരു തട്ടിപ്പാണ്. സത്യത്തിൽ പ്ലാന്റേഷൻ ലേബർ ആക്ട് നിലവിലുണ്ട്. ആക്ട് നടപ്പിലാക്കേണ്ടത് ഒരു സർക്കാരാണ്, അല്ലാതെ ഒരു ട്രൈപാർട്ടിയേറ്റ് എഗ്രിമെന്റ് വഴിയൊന്നും അല്ല. ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ പ്ലാന്റേഷനുകൾ തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത്? ആക്ട് വയലേറ്റ് ചെയ്യുന്നവരോട് ഗവൺമെന്റ്. ഇവിടെ അത്ഭുതകരമായ കാര്യം ശ്രീ ജോസഫ് സി മാത്യു, ഗവൺമെന്റ് വലിയ നിസ്സംഗത പുലർത്തുന്നു എന്നാണ്. ഷിബു ബേബി ജോൺ പറയുന്നു മുതലാളിമാരൊന്നും സമ്മതിക്കുന്നില്ല, ചില കാര്യങ്ങൾ ട്രേഡ് യൂണിയനുകൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ആ ചർച്ചയെ അലസിപ്പിരിക്കാൻ ഇങ്ങനെയൊക്കെ മതി എന്ന നിലയിലാണ്. ഇവിടുത്തെ എസ്റ്റേറ്റ് ഉടമകളോട് ഇവിടെ ഏറ്റവും ദൈന്യത നിറഞ്ഞ ജീവിതമാണ് പാവപ്പെട്ട കൊളുന്തു നുള്ളുന്ന തൊഴിലാളികൾക്ക് എന്നും നിങ്ങൾ ഇന്നത് ചെയ്യണമെന്നും പറയാനുള്ള ഒരു ചങ്കൂറ്റം സർക്കാരിനില്ല. ആ നിലയിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നാളെ വീണ്ടും എസ്റ്റേറ്റ് മേഖലയിലെ മുഴുവൻ തൊഴിലാളികളും സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് വാർത്ത വരുന്നത്. നികേഷ്, അവരുടെ സമരത്തിലേക്ക് അവർ ഇറങ്ങിയേ മതിയാകൂ. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ സർക്കാരിന് നമ്മൾ പ്ലാന്റേഷനും ലേബറും എല്ലാം വിടും. ഈ നാട്ടിലൊരു ആക്ട് നിലവിലുണ്ടെങ്കിൽ, ഒരു നിയമം നിലവിലുണ്ടെങ്കിൽ, ആ നിയമത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന
നിബന്ധനകൾ ഈ പ്ലാന്റേഷനുകൾ പാലിക്കുന്നില്ല. അതെടുത്ത് വായിച്ചാൽ ഈ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് പാലിക്കുന്നില്ല. അങ്ങനെയുള്ളിടത്ത് ഒരു ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത്? ആക്ട് വയലേറ്റ് ചെയ്യുന്നവരോട് ഗവൺമെന്റ് എങ്ങനെയാ ഇതുപോലെ പ്ലീഡ് ചെയ്യുക ചെയ്യുക? മധ്യസ്ഥന്റെ റോളാണ് പറയുക ചെയ്യുക. നിങ്ങൾ ചീഫ് ഇൻസ്പെക്ടർ എന്നൊരു തസ്തികയുണ്ട്. കോട്ടയത്ത് ഒരു വനിതയാണ് ചീഫ് ഇൻസ്പെക്ടറായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഏതെങ്കിലും പ്ലാന്റേഷനുകൾ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കും. സന്ദർശിച്ചിട്ട് പോലുമില്ല. ഇൻസ്പെക്ടർമാർ ആരെങ്കിലും ചെന്നാൽ അവിടുത്തെ മുതലാളിമാർ നൽകുന്ന വാഹനങ്ങളിൽ അവർ കൊണ്ടുപോകുന്നിടത്തല്ലാതെ അവർക്ക് വാഹന സൗകര്യം പോലും നിലവിലില്ല. അത് ഞാൻ ഒരു ഗവൺമെന്റിന്റെ കാര്യം മാത്രം പറയുകയല്ല, മാറി മാറി വന്ന വ്യവസ്ഥ അങ്ങനെ തന്നെയാണ് തുടർന്നു വന്നത്. പക്ഷേ ശക്തമായി തൊഴിലാളികൾ ഈ ഡിമാൻഡ് ഉന്നയിക്കുകയും അങ്ങനെ ഒരു ഡിമാൻഡ് വരികയും ചെയ്യുന്നിടത്ത് ഒരു ഗവൺമെന്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ദയവായി തുടരുക. അതിലേക്ക് വരാം. സി കെ ഉണ്ണികൃഷ്ണൻ, താങ്കളാണല്ലോ ഇന്ന് CITU പ്രതിനിധിയായി ഇന്ന് PLC യോഗത്തിൽ പങ്കെടുത്തത്. സാധാരണഗതിയിൽ PLC യോഗങ്ങൾ ഇങ്ങനെ അലസി പിരിയാറുണ്ട്. ഒരു യോഗത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നു 29ാമത്തെയോ 30ാമത്തെയോ യോഗമാണ്. അങ്ങനെ അലസി പിരിയാറുണ്ട് എങ്കിൽ പോലും ഇപ്പോഴൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് ആകെ തന്നെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു. തൊഴിലാളികൾ ആകെ സമരത്തിൽ നിൽക്കുന്നു. ഇതിങ്ങനെ നീണ്ടുപോയാൽ നാളെ തൊഴിലാളികൾക്ക് പട്ടിണിയാണ്. അങ്ങനെ തൊഴിലാളി പട്ടിണി കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് ഇങ്ങനെ നിസ്സംഗത പുലർത്താൻ ഒരുപക്ഷെ കഴിയുമായിരിക്കും. കാലാകാലങ്ങളിൽ അതിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രേഡ് യൂണിയനുകൾ എങ്ങനെ ആ നിസ്സംഗത വകവെച്ചു കൊടുക്കുന്നു? ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ PLC യോഗത്തിൽ പങ്കെടുത്തത്. ഗവൺമെൻറ് മന്ത്രിതല ഉപസമിതി യോഗം കൂടി അതിനുശേഷമാണ് PLC യോഗം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഗവൺമെൻറ് ഇന്ന് മാതൃകാപരമായ ഒരു തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഞങ്ങളെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഫലത്തിൽ കഴിഞ്ഞ 9 മാസക്കാലമായിട്ട് നടന്ന ചർച്ച അതിൻ്റെ തനിയാവർത്തനമാണ് ഇന്ന് നടന്നത്. അധ്വാന ഭാരം വർദ്ധിപ്പിക്കണം, ഒരു തുകയും അവർ പറഞ്ഞില്ല. ഇത്തരം ഘട്ടങ്ങളിൽ മുൻകാലങ്ങളിൽ ചെയ്യാറ് ഒരു ത്രികക്ഷി സംവിധാനം എന്നുള്ള രീതിയിൽ PLCയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ മിനിമം വേജ് നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് പുറപ്പെടുവിക്കാറാണ് പതിവ്. അങ്ങനെയുള്ള പതിവ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 2-3 PLC തീരുമാനങ്ങൾക്ക് മുമ്പ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചാൽ മതി എന്നാണോ പറയുന്നത്? ഗവൺമെന്റ് തയ്യാറാകുന്നില്ലല്ലോ. ഗവൺമെന്റ് ഇപ്പോഴും അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല, മുതലാളിമാരെ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. തയ്യാറാവില്ല. ഞാൻ ഇന്ന് ചോദിച്ചു ഗവൺമെന്റ്, ഇന്ന് ശ്രീമാൻ ആര്യാടൻ മുഹമ്മദും അതുപോലെ ഷിബു ബേബി ജോണ പങ്കെടുത്ത എന്തുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ മിനിമം വേജ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നില്ല? അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ മറുപടി ഗവൺമെന്റ് പറഞ്ഞില്ല. അതിനിപ്പം ഞങ്ങൾ തയ്യാറില്ല എന്നാണ് പറഞ്ഞത്. തുടരുക. ഇനിയിപ്പോൾ നാളത്തെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് എന്താണ് തീരുമാനം എടുക്കുന്നത്? ശ്രീ തോമസ് കല്ലാടൻ, ഞാൻ മുൻവിധിയോടുകൂടി ഇലക്ട്രിസിറ്റി താരിഫിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ മറ്റ് നികുതി ഇളവുകളുടെ കാര്യത്തിൽ മുതലാളിമാർ ശാഠ്യം പിടിക്കുന്നുണ്ട്. അതൊരുപക്ഷെ ഗവൺമെന്റ് നാളെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു കൊടുക്കുകയായിരിക്കും. ആദ്യം 1 നികുതി ഇളവ് തരിക, 2 പ്രൊഡക്ടിവിറ്റി കൂട്ടുക. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ഡിജിറ്റ് പറയാം. അത് ചിലപ്പോൾ 10% ചിലപ്പോൾ 20% അതൊരു പക്ഷേ 50%, 60% വരെ പോയേക്കാം ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകളോ വാശി പിടിച്ചാൽ. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ എത്ര കൂലി കൂട്ടിക്കൊടുക്കാം എന്നത് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പ്രഖ്യാപനം ഈ മീറ്റിങ്ങിലാണെങ്കിൽ മീറ്റിങ്ങിൽ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന നിലപാട് നിങ്ങൾക്ക് സ്വീകാര്യമാണോ? ഒരിക്കലും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഒരിക്കലും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ സംയുക്തമായിട്ടാണ് ഫെഡറേഷനുകൾ ഡിമാൻഡ് വെച്ചിട്ടുള്ളത്. ആ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഗവൺമെൻറ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് പറയുന്നത് പോലെ ടാസ്ക് വർദ്ധിപ്പിക്കുകയും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ച് കൊടുക്കുകയും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്താൽ മാത്രമേ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചാൽ അതിനെതിരെ ശക്തമായ നിലപാട് തന്നെ
തൊഴിലാളി യൂണിയനുകൾ സ്വീകരിക്കും. അത് മാനേജ്മെൻറ്റുകളുടെ തെറ്റിദ്ധാരണയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും അക്കാര്യത്തിൽ ട്രേഡ് യൂണിയനുകൾ പുറകോട്ട് നിൽക്കുന്ന പ്രശ്നമില്ല. അതിന് വ്യത്യസ്തമായ 232 രൂപയാണ് ഇന്നത്തെ കൂലിയെങ്കിൽ 10% വർധനയ്ക്കാണ് മുതലാളിമാരുടെ മനസ്സ് എത്തി നിൽക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. ആ നിലയിലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് 232 23 രൂപയും കൂടും. 232 23 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 255 രൂപയിലേക്ക് എത്തും. പോട്ടെ, 260 രൂപ എന്ന് തന്നെ നിൽക്കുക. അങ്ങനെയൊക്കെ ഒരു ആദ്യ സൂചന ലഭിക്കുമ്പോൾ എന്ത് വികാരമാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് 10% എന്ന നിലയിൽ നിന്ന് ഒരു പരമാവധി 25% എത്തിക്കാനുള്ള തന്ത്രമായിരിക്കും അവർ തുടക്കമിടുന്നത്. അതിനൊക്കെ കൃത്യമായ മറുപടി ട്രേഡ് യൂണിയനുകൾ കൊടുക്കേണ്ടത്. നിങ്ങൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്. നിങ്ങളോട് ഒരു വിശ്വാസവും ഇല്ലാതായിരിക്കുന്നു തോട്ടം തൊഴിലാളികൾക്ക്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി അഗ്രസീവായി, കുറച്ചുകൂടി ഊർജ്ജസ്വലമായി നിന്നാൽ മാത്രമേ അവരുടെ വിശ്വാസം വീണ്ടും ആർജിക്കാൻ കഴിയൂ. തോട്ടം തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളോട് യാതൊരുവിധമായ വിശ്വാസക്കുറവ് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് 100% വിജയത്തോടു കൂടി പ്രഖ്യാപിച്ച പണിമുടക്ക് സമരത്തെ തൊഴിലാളികൾ ഉറച്ചു നിൽക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഇന്ന് മൂന്നാറ്റിലെ മാറി നിൽക്കുന്ന കുറച്ച് സഹോദരിമാർ കൂടി സമരരംഗത്തേക്ക് കടന്നു വരുമ്പോൾ പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വെച്ചുള്ള ആവശ്യങ്ങളിൽ സമ്പൂർണ്ണമായ പണിമുടക്കിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരു പണിമുടക്കിനെ പെട്ടെന്ന് മറ്റൊരു മാർഗത്തിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നത് തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉപകരിക്കില്ല എന്നാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള ഞങ്ങളുടെ അനുഭവം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് സംയുക്തമായി എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്നുകൊണ്ട് പണിമുടക്ക് സമരത്തിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ മാനേജ്മെൻറ്റ് ഏതെങ്കിലും മാർഗത്തിലൂടെ ടാസ്ക് വർദ്ധിപ്പിച്ചെടുക്കാമെന്നും കൂലി കുറച്ചു നിർത്താമെന്നും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് കാലം തെളിയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാന ഘട്ടത്തിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. ശ്രീമതി ഗോമതി, നാളെ എന്തായാലും നിങ്ങൾ സമരത്തിനിറങ്ങും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. കാരണം പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ഇനി കഴിയില്ല. ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് പോയിരിക്കുന്നു. ഈ സമരം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നുള്ളാൻ പോകാതിരിക്കുക എന്നതിനപ്പുറത്തേക്ക് നേരത്തെ സമരം ചെയ്തതുപോലെ വലിയ ഉപരോധ സമരവുമായിട്ടായിരിക്കുമോ, അത്തരം സജ്ജീകരണങ്ങളുമായിട്ടായിരിക്കുമോ നിങ്ങൾ ഇറങ്ങുക? நாங்க 9 நாள் ஸ்ட்ரைக் இருந்தோம். பசி பட்டினியோட தான் இப்ப இருக்கோம். இந்த மாசம்லாம் சம்பளத்துல நாங்க என்ன செய்ய போறோம்னு எங்களுக்கு தெரியல. எல்லா காசுமே எங்களுக்கு நாங்க காத்துக்கிட்டு இருந்தோம். ஆனா நல்ல முடிவு முதல் சர்ச்சையிலையும் தோல்வி அடைஞ்சிட்டோம், 2வது சர்ச்சையிலையும் தோல்வி அடைஞ்சிட்டோம். 3வது நாங்க அதுக்கு காத்திருக்க நாங்க தயார். எல்லாம் கோமதியை சொல்றாங்க, கோமதி பின்னாடி வராங்க, இந்த வைரஸ் கிருமி இருக்கு, அந்த வைரஸ் கிருமிங்க தான் எல்லாத்தையும் பரப்புதுன்னு சொல்றாங்க. பொட்டக்கோழி கூவி பொழுது விடியாதுன்றாங்க. பொட்டக்கோழி கூவி நான் ஒதுங்கி நிக்கிறேன், நான் ട്രേഡ് യൂണിയൻ കൂടെ വരല, ഞാൻ എന്റെ വീട്ടിൽ ഇരുന്നിக்கிறேன். ഒരിക്കൽ കൂടി ഗോമതിക്ക് അവസരം നൽകാം. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, വി എസ് അച്യുതാനന്ദൻ പറയുന്നത് ഒരിക്കൽ കൂടി എന്നെ മൂന്നാറ്റിൽ കയറ്റരുത് എന്നാണ്. ഇതൊരു അവസരമായി പ്രതിപക്ഷം കാണുന്നുണ്ടോ? ട്രേഡ് യൂണിയനുകൾ അവിടെ നിൽക്കട്ടെ. ഉമ്മൻചാണ്ടി എന്തായാലും എസ്റ്റേറ്റ് ഉടമകളെ പിണക്കാൻ തയ്യാറല്ല എന്ന നിലയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അനുമാനിക്കുകയും പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ആ സമരം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യാം. അല്ല, ഇവിടെ ഇതൊരു അവസരമായി കാണുകയല്ല. തൊഴിലാളികളുടെ ജീവിത പ്രശ്നത്തിൽ പ്രതിപക്ഷത്തിന് അതിൻ്റെ റോൾ എടുക്കേണ്ടി വരുമല്ലോ. ട്രേഡ് യൂണിയനുകൾ ശക്തമായ പണിമുടക്കിലേക്ക് വന്നു കഴിഞ്ഞു. ഈ പണിമുടക്കിൽ നിന്ന് പ്രശ്നത്തിന് പരിഹാരം കാണാതെ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. തൊഴിലാളിക്ക് അവരുടെ കൂലി കിട്ടണം, മുതലാളിമാർക്ക് അത് നിഷേധിച്ച് ലാഭത്തിന്റെ തോത് കൂട്ടണം. IRC എന്ന് പറയുന്നത്, ഇപ്പോൾ PLC എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് സംവിധാനം, അവിടെ നിന്ന് രാജിവെക്കണമെന്ന് ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു. ആ സുഹൃത്തിന് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഈ താല്പര്യങ്ങളുടെ മുട്ടൽ വരുമ്പോൾ ചർച്ചയ്ക്ക് എപ്പോഴും തുറന്നൊരു വേദി ഉണ്ടാകണം. ആ വേദിയാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു വേദിയാണ് PLC. അവിടെ തൊഴിലാളിയും തൊഴിലുടമയും മാത്രമല്ല, ഗവൺമെന്റ് എന്നൊരു പാർട്ടിയുണ്ട്. ഗവൺമെന്റിന് തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്. ആ ബാധ്യത അവർ നിറവേറ്റപ്പെടുന്നില്ല എങ്കിൽ പണിമുടക്ക് ഗവൺമെന്റിനെതിരായ സമരമായി കൂടി മാറും. ഒരു സംശയവും വേണ്ട.
അതുകൊണ്ട് ഈ തൊഴിലാളി ഡിമാൻഡ് ചെയ്ത കൂലി നേടിയെടുത്തുകൊണ്ടല്ലാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഇപ്പോൾ തൊഴിലാളിയായി ഗോമതി പറയുണ്ടായി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന്. തൊഴിലാളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത നിസ്സഹായാവസ്ഥയിലേക്ക് തൊഴിലാളിയെ എറിഞ്ഞു കൊടുക്കുന്ന പ്രശ്നമില്ല. ട്രേഡ് യൂണിയനുകൾ ശക്തമായ പ്രശ്നം ഏറ്റെടുക്കും. ഗവൺമെന്റ് അതിന് പരിഹാരം കാണാൻ മുൻകൈയെടുത്തില്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് ഈ സമരത്തിന്റെ കുന്തപന തിരിയും. അവർക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ കഴിയൂ അതിന് യാതൊരു സംശയവുമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് VS വീണ്ടും മൂന്നാറിലേക്ക് കയറേണ്ടി വരുമെന്ന് പറഞ്ഞത്. അത് ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. തുടരുക. അവസാനമായി ശ്രീമതി ഗോമതി, VS പറയുന്നത് വീണ്ടും എന്നെ മൂന്നാറിൽ കയറ്റരുത് എന്നാണ്. VS സമരം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന സൂചനയാണ് നൽകുന്നത്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ സമരം ഗോമതി? நாங்களா தீர்மானம் பண்றோம், முடியாட்டி பார்க்கலாம். ஒரு தடவை அவர் வந்ததுக்கு CIT வழக்கத்தான் வந்திருக்காருன்னு சொல்லி ஒரு பொருளையை கிளப்பி விட்டுருக்காங்க. தொழிலாளிகள்லாம் தீர்மானம் பண்ணி என்னன்னு பார்த்துக்குறோம். நாங்கள் சமரத்தில் டக்குன்னு சொல்லிடலாம், சமரத்தில் நாங்கள் இறங்கிடுவோன்னு. நாங்கள் அந்த மாதம் என்னத்தை சாப்பிட்றதுன்னு யோசிக்கிறோம். பழையபடிக்கு ரோட்டில் எத்தனை நாள் தொழிலாளியை உட்கார வைக்கிறது, நிறுத்திட்டா நம்ம குடும்பம் என்ன ஆகும், நம்ம பிள்ளைகளை படிச்சு வைக்கிறோமே, ஃபீஸ் கட்டணும் அப்படின்னு நினச்சி நாங்கள் யோசிக்கிறோம். என்ன செய்யணும்னு தெரியலன்னு சொல்கிறார் அவர். அப்படி நான் சொல்ல வரல. எங்கள் வாழ்க்கையை நாங்கள் நினச்சி பார்க்குறோம். எங்கள் வாழ்க்கை, எங்கள் பிள்ளைங்க வாழ்க்கையை நாங்கள் நினச்சி பார்க்குறோம். படிக்க வைக்கிறோமே, நம்ம எப்படி கொண்டு போகிறது அப்படின்னு தான் யோசிக்கிறோம். டக்குன்னு நாங்கள் தீர்மானம் பண்ணாமல் தான் டக்குன்னு சமரத்துக்கு இறங்கணும். அது மாதிரி இறங்கிடுவோம். ஒரு தடவை இறங்கிட்டோம், வெற்றி கிடைச்சிச்சு. இன்னும் மறு தடவை நாங்கள் யோசிக்கிறோம் இறங்கி ரோட்டில் உட்காரவா. ஆனால் எங்களை ட்ரேட் யூனியன் ரோட்டில் உட்கார வச்சிருவாங்க. அது நல்லா தெரியுது, அவங்க பேச்சிலேயே தெரியுது. இவ்வளவுக்கு பேசுகிறவங்க நாங்கள் அவங்கள மனசிலாக்கி கொடுப்போம், இங்கே எங்களுக்கு தப்பு பற்றி தெட்டு பற்றி நாங்கள் மனசிலாக்கி கொடுப்போன்றாங்களே. இது வரைக்கும் என்ன மனசிலாக்கி கொடுத்துருக்காங்க? அவங்க ஒருத்தரையும் வந்து பார்க்க கிடையாது. அவங்க மீடியாவில் மட்டும் சொல்லிடுறாங்க தெட்டு பற்றிடுச்சு, நாங்கள் அவங்க கிட்ட மனசிலாக்கி கொடுப்போன்னு. இது வரைக்கும் அதுக்கு ஒரு முன்கூட்டி அவங்க எதுவுமே ஏற்பாடு பண்ணலை. என்ன பேசுகிறாங்கன்னு இவங்களுக்கு தான் தெரியல. நாங்கள் யோசித்து தான் செய்கிறோம். நாங்கள் படிப்பறிவு இல்லாதவங்க தான், எதையுமே யோசித்து தான் செய்வோம். ஒரு தடவைக்கு 4 தடவை யோசிப்போம். பூனை எலி பிடிக்க எதுக்கு வருதுன்னு எங்களுக்கு தெரியும். பதுங்கி பூனை வரையிலே எங்களுக்கு தெரியும். நாங்கள் இதுல இருந்து எனக்கு என்ன சொல்றதுன்னு தெரியல. நீங்க எங்களை திரும்ப எங்களை நீங்க வந்து உசுப்பேத்தி தான் விடுறீங்க. நாங்க சாந்தமா போகணும், முல்லைப்பூ சமரம் நடத்தணும் அப்படின்னு சொல்லி நாங்க இருக்கோம். ஆனா ட்ரேட் யூனியன்காரவங்க எங்களை மேலும் 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 பிரச்சனைக்குள்ள சிக்க வைக்கிறீங்க, நடு ரோட்ல விட்டுருவீங்க. அது மட்டும் எங்களுக்கு தீர்மானமா தெரியுது. நாங்க இது பெண்கள்லாம் ஆண்களும் பேசி தீர்மானம் எடுத்து நாங்க இது ஒரு முடிவு பண்ணிக்குவோம். இப்போ உறுதியெல்லாம் சொல்ல முடியாது உங்ககிட்ட. இவங்ககிட்ட சொன்னோம்னா நான் சொன்ன மாதிரி இவங்க அதுக்கு தகுந்த முன்கூட்டிய நடவடிக்கை எடுத்துடுறாங்க. நாங்க தீர்மானம் பண்ணிக்கிறோம். கண்டிப்பான இதுக்கு ஒரு முடிவு நாங்க பண்ணுவோம். ஏன்னா எங்களுக்கு 9 நாள் சமரத்துல வெற்றி கிடைச்சிருக்கு. ட்ரேட் யூனியன் இல்லாம வாழ முடியாதுன்னு இவர் சொல்றாரு. இவர் எப்படி அப்படி சொல்ல போச்சு? ட்ரேட் யூனியன் இல்லாம நாங்க வாங்கணும், நீ சைன் பண்றதுதான், நீ பேச்சுவார்த்தை நடத்தி நாங்க தான் போனஸ் வாங்கணும். அதுவும் போனஸ் என்ன சொல்லி வாங்கியிருக்காங்க? 11.63 வந்து வட்டிக்கு வாங்கி கொடுத்துருக்கோன்னு சொல்லியிருக்காங்க. இதை நீ பார்த்து சரி பண்ண மாட்டிக்க. என்ன இப்படி வட்டிக்கு வாங்கி கொடுத்துருக்கீங்க, கூடுதல் வட்டிக்கு, அதை சரி பண்ண உனக்கு திறமை இல்லை. நீ வந்து எங்களுக்கு சம்பளத்தை முடிச்சு கொடுக்க வந்திருக்க. 500 ரூபாய் நான் பிடிச்ச முயலுக்கு 3 காலன்னு உட்காந்துருக்க. எங்களுக்கு தெரியும் எங்க தீர்மானம் என்னன்னு எங்களுக்கு தெரியும். எங்களுக்கு தொழிலாளிக்கு தெரியும். நாங்க மேனேஜ்மெண்டோட ஒத்து போக இருக்கிறோம். மேனேஜ்மெண்ட் எங்ககிட்ட வரமாட்டேங்கி. இந்த ட்ரேட் யூனியன் காரங்களுக்கு பயந்துக்கிட்டு அவங்க வரமாட்டேங்காங்க. கடைசியா நல்ல ஒரு முடிவு தெரியுது. நீங்க எங்களை நடு ரோட்ல விட்டுருவீங்க. இன்னைக்கு தான் எங்க குறையெல்லாம் நீங்க முன்னாடி எடுத்து வைக்கிறீங்க. இதுக்கு முதல் உங்களுக்கு தெரியல. எல்லாரும் தோட்டம் தொழிலாளி தாய் வயிற்றுல பிறந்தவங்க தானே. ட்ரேட் யூனியன்ல இருந்து வானத்துல இருந்து பொத்துனா கீழே விழுந்தீங்க. எல்லாம் தொழிலாளியோட வயிற்றுல பிறந்துதான் இன்னைக்கு இவ்வளவு முன்னுக்கு வந்திருக்கீங்க. நீங்க அன்னைக்கெல்லாம் தெரியல எங்க குறை. இன்னைக்கு உங்களுக்கு தெரியுது. அதுவும் பெண்கள் நாங்க இறங்கின உடனே, ஆண்கள் சப்போர்ட்டோட இறங்கின உடனே இன்னைக்கு பெண்களுக்கு அப்படி குறை, அந்த குறை இருக்கு, இந்த குறை இருக்குன்னு இன்னைக்கு வாரீங்க. இத்தனை வருஷ காலமா தெரியல. 9 மாசமா நடந்துட்டு இருக்கு PLC. அன்னைக்கு முடிச்சு கொடுக்க முடியல 500 ரூபாய் கேட்டு உங்களுக்கு. இன்னைக்கு வந்துட்டீங்க. நாங்க தான் முத்ராவாக்கியம், நாங்க தான் ஃபர்ஸ்ட் கூட்டம். அதை பார்த்து தான் கோமதிய மாதிரி பெண்கள் 500 ரூபான்னு சொல்றாங்கன்னு சொல்லி. இது மட்டும் நல்லா பேச தெரியுதுல உங்களுக்கு. ஏன் எங்களுக்கு 9 மாசம் எங்க போனீங்க? ஏன் முடிச்சு கொடுக்காம போனீங்க? எதனால முடிச்சு கொடுக்காம போனீங்க? அது வாங்கி கொடுத்துரும், இது வாங்கி கொடுத்துரும், சும்மா வாய் பிரச்சாரம் மட்டும் பண்ணிட்டு போகாதீங்க. நடக்கிற காரியங்களை பேசுங்க. தொழிலாளி எல்லாம் முழிச்சுக்கிட்டோம் சொல்றீங்க. நீங்க புத்தி இல்லாம பேசுறாங்க. அதெல்லாம் புத்தியோட தான் இருக்கோம். நாங்க கண்ணும் நீங்க குப்பையை கிளறிக்கிட்டே இருங்க. நான் தோண்டினோம்னா நீங்க இருந்துக்கிறவே மாட்டேங்க. சரி, இதோட போட்டும், அவங்க ஒரு பக்கம் இருக்கட்டும், நம்ம ஒரு பக்கம் இருக்கட்டும், நாங்க ஒதுங்கி இருக்கிறோம். நீங்க திரும்ப நாங்க ஒவ்வொரு நாள் மீடியாவை பாக்குறோம். நீங்க என்ன சொல்றீங்க, ஏது சொல்றீங்க, நாங்க மனசுல வாங்கிட்டு இருக்கோம். நாங்க முல்லைப்பூ சமரம் நடத்தினவங்க அடிதடியில இறங்க வேண்டாம், ஆக்ரோஷத்தோட இருக்க வேணாம்னு நாங்க பொறுமையா போய்கிட்டு இருக்கோம். தயவு செய்து நீங்க எங்களை தூண்டாதீங்க. நீங்க தூண்டி விட்டாலுமே நாங்க அமைதியா தான் இருப்போம். உங்க கூட അടവടിത്തനത്തോ എതുക്ക് നാങ്ക ഒന്നിച്ച് സമരത്തിന് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. ശ്രീമതി ഗോമതി, എന്തായാലും പൊമ്പിള ഒരുമയും നാളെ സമരത്തിന് ഇറങ്ങുന്നു. അവിശ്വാസം ശ്രീമതി ബേസിക്കുട്ടി അതിനെ ഒരു മറുപടി പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഗോമതിയുടെയോ അല്ലെങ്കിൽ പൊമ്പിള ഒരുമയുടെയോ വാക്കുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മാനേജ്മെൻറ്റുകളുടെ അതൃപ്തിയേക്കാൾ നിങ്ങളോടുള്ള അവിശ്വാസമാണ്.
അതെ, അത് അങ്ങനെ ഒരു അവിശ്വാസത്തിന്റെ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരുടെ ബോണസിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. ആ ബോണസിന്റെ കാര്യത്തിലുള്ള പ്രശ്നത്തിൽ സമയത്ത് അത് ടേക്കപ്പ് ചെയ്തില്ല എന്നുള്ള വിഷയം ഞങ്ങൾ ആകെ അത് എഗ്രി ചെയ്തതാണ്. ഈ പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാകാതിരിക്കുകയാണ് ഗോമതിയും കൂട്ടരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം കാണണമെങ്കിൽ തൊഴിലാളികളുടെ ഇടയിലെ ഐക്യം ഒരുമിച്ച് നിൽക്കണം. തൊഴിലാളി ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയെങ്കിൽ മാത്രമേ ശക്തമായ മാനേജ്മെന്റിനെ നിലയ്ക്ക് നിർത്താൻ കഴിയൂ. ആ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് നിലപാടിനെ എത്തിക്കാൻ കഴിയൂ. ഈ ഗൗരവത്തിലേക്ക് അല്ല, അതിൽ 9 PLC മീറ്റിംഗിലും നമ്മുടെ ട്രേഡ് യൂണിയനുകളാണല്ലോ ഇഷ്യൂ എടുത്തത്. നമ്മൾ പണിമുടക്കടക്കം നടത്തിയിരുന്നല്ലോ. തുടർച്ചയായി പണിമുടക്കിലേക്ക് എന്തുകൊണ്ട് അന്നേ പോയില്ല എന്ന ചോദ്യമാണെങ്കിൽ അത് തുടർച്ചയായി പണിമുടക്കിലേക്ക് കൂട്ടായി തീരുമാനമെടുത്ത് പോകേണ്ടതാണ്. ഇപ്പൊ ആ പണിമുടക്കിലേക്ക് നിൽക്കുകയാണ്. ഇപ്പൊ ഗോമതിക്ക് എന്താണ് അങ്ങനെ മനസ്സിലാകാത്തതെന്ന് ചോദിച്ചാൽ, ഇത് തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമേ ഇല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഗോമതി വരും. ഇന്നലെ മെനഞ്ഞാന്ന് എന്താ ഗോമതി പറഞ്ഞത്? ഇന്ന് പ്രശ്നം തീരും, ഇന്ന് പ്രശ്നം തീരും. മന്ത്രിയൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. മന്ത്രി സമ്മതിച്ച കാര്യം നടന്നില്ലല്ലോ. മന്ത്രിയുടെയൊക്കെ നിലപാട് എന്താണെന്ന് ഈ പാവം തൊഴിലാളികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്ന് അവർക്ക് കുറെ കൂടെ ബോധ്യപ്പെട്ടു. ഇനി അവർ നാളെയും മറ്റന്നാളും കുറെ കൂടെ ബോധ്യപ്പെടുകയാണ്. ഈ താല്പര്യങ്ങൾ തമ്മിലുള്ള മുട്ടലിൽ വളരെ വലിയ ശക്തമായ ചെറുത്തുനിൽപ്പ് വഴി മാത്രമേ, പോരാട്ടം വഴി മാത്രമേ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടാൻ കഴിയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവിടെ പെമ്പിളെ ഒരുമയും വരും, എല്ലാ ഒരുമയും വരും. തൊഴിലാളികളെല്ലാം ഒരുമയോട് നിന്നെങ്കിൽ മാത്രമേ കാര്യം കഴിയൂ എന്നത് നമുക്ക് അവസാനിപ്പിക്കുന്നു. കാണാം എന്തായാലും പെമ്പിളെ ഒരുമ കൂടി സമരത്തിൽ ഇറങ്ങുന്നതോടുകൂടി തോട്ടം മേഖല പൂർണ്ണമായും സ്തംഭിക്കുകയാണ്. വളരെ നന്ദി ശ്രീമതി വേച്ചുകുട്ടി അമ്മ. ഒപ്പം തന്നെ ഗോമതി, തോമസ് കലാടൻ, CK ഉണ്ണികൃഷ്ണൻ, ജോസഫ് സി മാത്യു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എഡിറ്റേഴ്സ് അവരിൽ ഇടപെട്ടതിന്